എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എന്നോട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഇലക്ട്രിക് സൈക്കിളിൻ്റെ സ്പീഡോമീറ്റർ കണ്ടിട്ട് സ്പീഡോമീറ്റർ ഓൺലൈനിൽ ഏതാ നല്ലതെന്ന് 1, 2, 3 കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ തന്നെ ചിന്തിക്കാൻ തുടങ്ങിയത്, എന്തുകൊണ്ട് നമ്മുടെ സൈക്കിളിൽ പുതിയൊരു സ്പീഡോമീറ്റർ വെച്ചുകൂടെ? ഇലക്ട്രിക് സൈക്കിളിലല്ല, ഇത് നമ്മുടെ കോസ്മിക്കിൻ്റെ ക്രക്സാണ്. നോർമൽ സൈക്കിളാണ്. ഒരു 10,000 to 15,000 ആ ഒരു റേഞ്ചിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സെല്ല് ചെയ്യാൻ OLX-ലും ഫേസ്ബുക്കിൻ്റെ മാർക്കറ്റ് പ്ലേസിലും ഇട്ടിട്ടുള്ളൊരു ബൈക്കാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഇലക്ട്രിക് സൈക്കിൾ നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ. ഇതേ നമ്മുടെ സൈക്കിൾ ഫുള്ള് ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇത് ഫുള്ള് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് റിവ്യൂവിന് വേണ്ടി വന്നിട്ടുള്ളതാണ് കേട്ടോ. അതാണ് നമ്മൾ പുതിയ ബൈക്ക് എടുത്തു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഇടാറ്. കാരണം ആ ബ്രാൻഡ് നമുക്ക് ഉപയോഗിച്ച് നോക്കാൻ വേണ്ടി തരുന്ന ബൈക്കുകളാണ്. ടെസ്റ്റ് ചെയ്യാൻ റേഞ്ച്, അതുപോലെ തന്നെ എങ്ങനെയുണ്ട്, ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് തരുന്ന ബൈക്കുകളാണ് ഈ ബൈക്ക് ഫുള്ള് കേട്ടോ. നമ്മുടെ കയ്യിലുള്ളത് ഫുള്ള്. വീഡിയോ എടുക്കുന്നത് അനിയനാണ്. അനിയൻ ക്യാമറ തിരിക്കുന്നതാണ്, ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഇന്നലെ നിങ്ങൾ നമ്മുടെ സ്കേറ്റിംഗ് ബോർഡിൻ്റെ വീഡിയോ കണ്ടുവെന്ന് വിചാരിക്കണം. അനിയൻ ആദ്യമായിട്ട് സ്കേറ്റിംഗ് ചെയ്യാൻ പോയിട്ടുള്ള വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ ആക്ച്വലി മീൻകാരൻ വന്നു, മീൻകാരൻ കുക്കറടിക്കും, അല്ലെങ്കിൽ ഒരു കാക്ക വരും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും വീഡിയോ എടുക്കുന്ന സമയത്ത്. സോ ഇന്ന് നമ്മൾ ആക്ച്വലി അൺബോക്സിങ് ആണ് ഗൈസ്. ഇതാണ് സംഭവം വരുന്നത് കേട്ടോ. നമ്മുടെ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു സ്പീഡോമീറ്റർ ആണ്. സ്പീഡോമീറ്റർ ആക്ച്വലി നമ്മുടെ സൈക്കിളും വയ്ക്കണതാണ്. കൂടുതൽ ഡീറ്റെയിലും എനിക്കും അറിയില്ല, ഞാനും ഫസ്റ്റ് ടൈമാണ്. സോ എൻ്റെ ഒപ്പം നിങ്ങൾക്കും ഇത് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാം കേട്ടോ. നമ്മുടെ സൊമാറ്റോടെ ഇവിടെ വെച്ച് തന്നെ നമുക്ക് സാധനം അൺബോക്സ് ചെയ്യാം. എന്തോ അഡ്രസ്സും ഡീറ്റെയിലാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും അഡ്രസ്സ് കളയാൻ വേണ്ടിയിട്ട് എൻ്റെ അഡ്രസ്സ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. സോ ഇതാണ് എനിക്ക് 400 സംതിങ് രൂപയാണ് കേട്ടോ നമുക്കിതിന് വില വന്നിട്ടുള്ളത്. ഇതാണ് സാധനം വരുന്നത്. ഇത് അഡ്രസ്സ് ഡീറ്റെയിൽ ആണ്. എൻ്റെ മോനെ സൈക്കിൾ കമ്പ്യൂട്ടർ, സൈക്കിൾ കമ്പ്യൂട്ടർ. ഇതിൽ ടൈം ഓണാണല്ലോ ഓൾറെഡി. സമയം എന്താ വൈകിയാണ് STRAUSS എന്നാണ് കേട്ടോ ഇത് പറയണത്, പ്രൊനൗൺസിയേഷൻ. ഇതാണ് ഇതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ. 15 ഫങ്ഷൻ സൈക്കിൾ കമ്പ്യൂട്ടർ. ഫങ്ഷൻസ് SPD, കറണ്ട് സ്പീഡ്, ഓഡോമീറ്റർ, ഡിസ്റ്റൻസ്, ട്രിപ്പ്, മാക്സിമം സ്പീഡ്, ആവറേജ് സ്പീഡ്, എലാപ്സ്ഡ് ടൈം, ക്ലോക്ക്, സ്കാൻ, കോമ്പറേറ്റർ സ്പീഡ്, കിലോമീറ്റർ മൈലാണ്, ലാസ്റ്റ് വാല്യൂ ഓഫ് ദ ഓഡോമീറ്റർ, ഫ്രീസ് ഫ്രെയിം മെമ്മറി, അങ്ങനത്തെ ഒരു ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബോത്ത് ഇൻസ്ട്രക്ഷൻ ബട്ടണും കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടർ വരണത്. മോനെ നമുക്കിത് ഒന്നും പറ്റില്ലെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ട സംഭവമാണ് കേട്ടോ. ഇതൊക്കെ എന്തിട്ടാ നമുക്ക് ഓരോന്ന് ഫിഗർ ഔട്ട് ചെയ്യണം കേട്ടോ. ഇങ്ങനത്തെ ഒരു ഈ സാധനം കൊടുത്തിട്ടുണ്ട്. ഇത് ഊരിയിട്ട് ഫിറ്റ് ചെയ്യാനുള്ളതായിരിക്കണം, അറിയില്ല, നോക്കാം. പിന്നെ ഒരു കേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതെന്ത് കേബിളാണ്? ഇതിങ്ങനെ ഒരു കേബിളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ചിലപ്പോൾ ഓരോരോ ഡിവൈസുകളായിരിക്കും. ഇതാണ് ആക്ച്വലി സ്പീഡോമീറ്റർ എന്ന് പറഞ്ഞ സാധനം വരുന്നത് കേട്ടോ. രണ്ട് ഇതാണ്. ഓൾറെഡി ഓണാണ് കേട്ടോ. ഇത് ആക്ച്വലി ഓൾറെഡി ഓണാണ്, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് കിട്ടിയതിൽ ഓണാണ്. ഇനി ബാറ്ററി ഇടണ്ടാവോ എന്താവോ എനിക്കറിയില്ല. സോ ഇത് തൽക്കാലം ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഓരോരോ പരിപാടികൾ നോക്കി നോക്കാം കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളും നോക്കിയെന്ന്. നമുക്ക് കോസ്മിക് സൈക്കിൾ നമ്മുടെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് എടുക്കണ്ട, അത് നമുക്ക് നമ്മുടെ മാറിൻ്റെ ഓഫ് റോഡ് ഞാൻ ഉപയോഗിക്കണ വണ്ടിയില്ല, അത് തന്നെ എടുക്കാം കേട്ടോ. നമ്മുടെ ഹൈബ്രിഡ് സൈക്കിൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, അതവിടെ ഇരുന്നോട്ടെ. ഇതുമ്മ നമുക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ മാറിൻ്റെ വണ്ടിയുമ്പോൾ നമുക്ക് ചെയ്യാം. ഇത് എടുത്തിട്ട് കുറച്ചധികം നാളായിട്ടുണ്ട്. അവസാനം തന്നെ എടുത്തെന്ന് ഓർമ്മയുണ്ട് നമുക്ക്? അവസാനം നേരത്തേന്ന് ഓർമ്മയില്ല. സോ നമുക്ക് ഇതുമ്മ ചെയ്യാം. ആ സ്റ്റാൻഡ് എന്താ നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. എത്ര കിലോമീറ്റർ നമ്മുടെ ഗൂഗിളിലോ അല്ലെങ്കിൽ സ്ട്രാവ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്, അതിലും ചെക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കി നോക്കട്ടോ. ഇത് ഏകദേശം എത്രയാണ് ഇതിൻ്റെ സ്പീഡ്, ആക്യുറേറ്റ് ആയിട്ടാണോ വരണേയില്ലെന്ന് അറിയണമല്ലോ, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങണതല്ലേ. സോ ഇതിവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബൈക്ക് ഇവിടെ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. സോ നമുക്ക് തന്നിട്ടുള്ളത് സിപ്പ് ടൈ തന്നിട്ടുണ്ട്. 200 ആ റേഞ്ചിലും ഈ സെയിം സാധനം കിട്ടും ഫ്ലിപ്കാർട്ട്. ഞാൻ ആമസോണിൽ നിന്നാണ് 421 രൂപയാണ് ഞങ്ങളുടെ കേട്ടോ. ആമസോണിലായത്, ആമസോണിൽ കുറച്ച് കൂടുതലാണ്. സോ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ഈ സിപ്പ് ടൈ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സംഭവം തന്നിട്ടുണ്ട് കേട്ടോ. ഇത് ആക്ച്വലി നേരത്തെ കാട്ടി തന്നില്ലേ,
ഈ സംഭവം കേട്ടോ ഒരു ഇതാണ് സ്പീഡോമീറ്ററാണ്. പിന്നെ ഇത് കണക്ട് ചെയ്യാനുള്ള ഒരു സംഭവം തന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇതും കൂടി തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എന്തോ ടൈപ്പ് മാഗ്നറ്റ് അങ്ങനെ എന്തോ സംഭവം തോന്നുന്നുണ്ട് കേട്ടോ. സോ സിപ്റ്റായി നമുക്ക് ഉപയോഗിക്കുന്നില്ല. ആക്ച്വലി ആവശ്യമുള്ളത് ഇത് രണ്ടുമാണ് കേട്ടോ. ഇതും അതുപോലെ തന്നെ നമുക്ക് ഈ സാധനം നമുക്ക് വെക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഇതുമേക്ക് കണക്ട് ചെയ്യണം കേട്ടോ. ഈ ഒരു നോബിലേക്ക് ഈ സാധനം ഇങ്ങനെ കണക്ട് ചെയ്തു. നേരത്തെ കണക്ട് ചെയ്ത് വെച്ചതാണ്, പൊടി ആയില്ലോ. കണക്ട് ചെയ്തു. അതിന് ശേഷം എനിക്ക് തോന്നുന്നത് ഇത് ഇങ്ങനെ എവിടെയെങ്കിലും കണക്ട് ചെയ്യാനാണ്. ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യാം അല്ലേ, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്താലോ. ഇതിവിടെ കണക്ട് ചെയ്യാം, ഇങ്ങനെ കണക്ട് ചെയ്യാം. ഇതൊരു കർവ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ് വരണത് കേട്ടോ. എന്താ ഇത് പൊളിച്ച് കളഞ്ഞു. എന്താ ഇത് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഈ സാധനം കണക്ട് ചെയ്യണം കേട്ടോ. ഇത് ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, അത് പയ്യെ നമ്മൾ കളയുക. എന്നിട്ട് ഈ സാധനം എനിക്ക് തോന്നുന്നത് ഫോർക്കിൻ്റെ അവിടേക്കാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതെങ്ങനെയാണ് ഞാൻ വീഡിയോ കണ്ടിട്ടുള്ളത്. സോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് ബ്രേക്കും ഇതൊന്നും ടച്ച് ആവാതെ വേണ്ടിട്ടത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ ഇതുമ്മേ ഫോർക്കിൻ്റെ അവിടേക്ക് നമ്മൾ ചുറ്റിയിട്ടാ. ഫോർക്കിൻ്റെ അവിടെ ചുറ്റി എന്താ ഇവിടെ നമ്മളിത് കളയുകയാണ്. സ്റ്റിക്കർ കളഞ്ഞ് അതിൻ്റെ ബാക്കിലത്തെ സ്റ്റിക്കർ കളഞ്ഞ് ഇവിടെ നമ്മൾ ഫിറ്റ് ചെയ്തു കേട്ടോ. ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സാധനമാണ് വേണ്ടത്. ഈ ഒരു മാഗ്നറ്റ് പോലത്തെ ഇതാണ് ഇതിൻ്റെ കണക്ടർ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അറിയില്ല, നോക്കി നോക്കാം. ഈ സാധനം നമ്മൾ ഇങ്ങനെ ഊരിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ഊരിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നമ്മൾ നമ്മുടെ സ്പോക്സ് ഇല്ലേ, സ്പോക്സിൻ്റെ ഉള്ളിലേക്ക് സാധനം കണക്ട് ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാൻ പോകുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ഈ സാധനം ടൈറ്റായി നിൽക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എന്താ ഇവിടേക്ക് നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കി നോക്കാം ഈ സാധനം എങ്ങനെയാണ് വർക്കിങ്ങും കാര്യങ്ങളും. എനിക്കും വലിയ ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഞാനും ഈ സാധനം ട്രൈ ചെയ്ത് നോക്കണുള്ളൂ. സോ ഇവിടെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സാധനം ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്, ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ആ സാധനം കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നത് ഇത് രണ്ടും ഓരോ സർക്കിൾ ചെയ്യുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഇത് മനസ്സിലാവണത്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് ബൈക്ക് ഇറക്കാണ് കേട്ടോ. ബൈക്ക് സ്റ്റാൻഡിൽ നിന്ന് ഇറക്കി എന്നിട്ട് നമ്മളൊന്ന് അനക്കി നോക്കാണ്. അനങ്ങണില്ലടാ. നീ ആ ഫ്രണ്ടിലത്തെ ഫ്രണ്ടിലത്തെ ടയറൊന്ന് കറക്കിയേ. ഞാൻ അതൊന്ന് പൊക്കി പിടിക്കാം. ഫ്രണ്ടിലത്തെ ടയറൊന്ന് ഇല്ലല്ലോ. അങ്ങനെ ഫൈനലി ഏകദേശം 1 മണിക്കൂറിന് ശേഷം നമ്മൾ ഫിറ്റ് ചെയ്തു വിടാം. എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇതാണ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ള സ്പീഡോമീറ്റർ. സ്റ്റാറസിൻ്റെ സ്പീഡോമീറ്റർ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബാറ്ററി ഊരിയിട്ട് ആക്ച്വലി ഇതിൻ്റെ ബാക്കിൽ ബാറ്ററി ഉണ്ട്. ഒരു നമ്മുടെ നമ്മുടെ വാച്ചിലൊക്കെ ഇടുന്നൊരു ബാറ്ററിയാണ്. ആ ബാറ്ററി ഇതിൻ്റെ ഊരിയിട്ട് നമ്മളിത് ഇതുകൊണ്ടൊക്കെ ഈ സ്ക്രൂ വെച്ചിട്ട് ഇത് ഊരിയെടുക്കാൻ പറ്റും കേട്ടോ. ഊരിയെടുത്ത് കഴിഞ്ഞ് ഇതൊന്ന് റീസെറ്റ് ആകും. അതിന് ശേഷം നമുക്ക് ഈ ടയർ ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് 27.5 2.5 ഇഞ്ചിൻ്റെ ടയറാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ സർക്കംഫറൻസ് ഗൂഗിളിൽ അടിക്കുക. ഗൂഗിളിൽ ഡയറക്റ്റ് അടിച്ച് കഴിഞ്ഞ് കിട്ടും. അത് ഇതിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ മാറ്റാൻ പറ്റും കേട്ടോ. അതടിച്ച് എടുത്താലാണ് നമുക്ക് ഈ സാധനം വരുള്ളൂ. സർക്കംഫറൻസ് ഇതിൽ അടിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ സംഭവം ഉണ്ടല്ലോ, ഈ മാഗ്നറ്റ് ഇതുമായിട്ട് ഈ സെൻസറായിട്ട് കൃത്യമായിട്ട് കണക്റ്റ് ആവണം കേട്ടോ. എന്നാൽ മാത്രമാണ് പറ്റുള്ളൂ. ഞാൻ ഒരു 3/4 മണിക്കൂർ പ്രാന്തായി എനിക്ക്. ഞാൻ വീഡിയോ ക്യാൻസൽ ചെയ്താലെന്ന് വിചാരിച്ചതാണ്. ഈ സാധനം പറ്റണില്ല. 1 മണിക്കൂർ 1.5 മണിക്കൂർ അതിൻ്റെ പിന്നാലെ നിൽക്കണം. അതിൻ്റെ കണക്ഷൻ ഇതിൻ്റെ ലിങ്ക് വരണം. എന്നാലാണ് ആ സാധനം കണക്റ്റ് ആവുള്ളൂ കേട്ടോ. എടാ ഒന്ന് പൊക്കി കാട്ടി കൊടുത്തേടാ. അപ്പോൾ നേരത്തെ പറയാം, ഇതിലത്തെ സർക്കംഫറൻസ് അത് അടിക്കേണ്ടത് ബാക്കിലത്തെ ബാറ്ററി നമ്മുടെ ഒരു കോയിൻ വെച്ച് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റീസെറ്റ് ആവും. സർക്കംഫറൻസ് ഇതിൽ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തതിന് ശേഷമാണ് അത് ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധനം ശരിയാവുള്ളൂ കേട്ടോ. ഒന്ന് പൊക്കി പിടിച്ചാൽ ഇതിങ്ങനെ സാധനം ഒന്ന് കണക്റ്റ് വെക്കണ്ട. സാധനം ഇപ്പോൾ കറങ്ങുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ഇതുകൾ മാറണ്ട കണ്ട. ഇപ്പോൾ 7, 6, 4 അങ്ങനെ ഓരോരോ കിലോമീറ്ററുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സോ സംഭവം സക്സസ് ആയിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ടെസ്റ്റിങ് വരുന്നത്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം ഇത് എത്ര ദൂരമാണ്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കേട്ടോ. സോ ഇനി അത് ടെസ്റ്റിംഗ് ആണ് സംഭവം. നമ്മൾ ഒരു ഫോണിൽ നമ്മുടെ സ്ട്രാവയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നോർമലി. അപ്പോൾ അതിൽ തന്നെ നോക്കി നോക്കാം കേട്ടോ. സ്ട്രാവയും ഇതും വെച്ച് കമ്പയർ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. എങ്ങനെയാണ് ഇത്
കണക്റ്റ് ആവുക എന്നുള്ളത്. സോ ഗൈസ്, ഞാനിപ്പോൾ സൈക്കിളും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും രണ്ടിൻ്റെയും എങ്ങനെയാണ് സ്പീഡ് കാട്ടണത് കേട്ടോ. രണ്ട് സാധനം 7-8 അങ്ങനെയാണ്. സോ ഓൾമോസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റാണെന്ന് തോന്നുന്നുണ്ട്. ഇത് കുറച്ചും കൂടിയും ഒരു ഇതായിരിക്കും തോന്നുന്നുണ്ട്. നമ്മൾ പുതിയത് വാങ്ങി ഫോണിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ മാപ്പ് GPS ഇത് വെച്ചിട്ടാണ് കണക്റ്റ് ആവണത്. ഇതിൽ പക്ഷേ നമ്മുടെ ടയറിൻ്റെ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇത്. അപ്പോൾ ഇതായിരിക്കും കുറച്ചുകൂടി ആക്യുറേറ്റ് എന്ന് തോന്നുന്നുണ്ട്. സോ ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത് സ്ട്രാവയാണ്. സ്ട്രാവ വെച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് കാണാനില്ലേ കൃത്യമായിട്ട്. ഏകദേശം 8-9 ഒരു 2-3 ഇതിനും ഒക്കെ വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ. ഈ സാധനം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ ആക്ച്വലി അതുകൊണ്ട് വലിയൊരു ചേഞ്ച് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളിത് നോർമലി റൈഡ് ചെയ്യുന്ന പോലെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് കാണാം എന്ന് സാധിക്കുന്നു. സോ സംഭവം കുഴപ്പമില്ല. കാര്യങ്ങൾ ഏകദേശം സ്പീഡും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കൃത്യമായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പീഡോമീറ്ററിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. 200 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങാം. അതേ സാധനം 400 രൂപയ്ക്കും ഫ്ലിപ്കാർട്ടിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത കാരണമാണ് ഞാൻ പർച്ചേസ് ഒന്ന് ഓടിച്ച് നോക്കാൻ ടെസ്റ്റ് ചെയ്യാൻ തന്നെ കാരണം. ഇനിയും ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന ടെസ്റ്റ് ചെയ്യണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ നിങ്ങൾ സ്പീഡോമീറ്ററിന് അടിച്ച് കഴിഞ്ഞാൽ കിട്ടും, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അല്ലെങ്കിൽ വെറുതെ സ്പീഡോമീറ്ററിന് അടിച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ ഒരു ബ്രാൻഡിൻ്റെ തന്നെയാണ് വരാം കേട്ടോ. ഈ ഒരു ബ്രാൻഡിൻ്റെ തന്നെയാണ് സ്പീഡോമീറ്റർ വരാം. സംഭവം എനിക്ക് തോന്നുന്നത് ഫൈനൽ ഒരു കൺക്ലൂഡ് ചെയ്യണേക്കാട്ടും മുന്നേ പറയുകയാണെങ്കിൽ സംഭവം ജസ്റ്റ് ഒന്ന് വെക്കുക, ജസ്റ്റ് ഒന്ന് അറിയുക, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി എനിക്ക് വലിയ സോളിഡായിട്ട് അങ്ങനെ നല്ലൊരു പ്രൊഡക്റ്റ് ഒന്നും ആയിട്ട് തോന്നുന്നില്ല കേട്ടോ. സ്വിച്ചും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതും കണക്ട് ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ സെൻസറും കണക്ട് ചെയ്യുക. അതിൻ്റെ ഏറ്റവും അടുത്ത് ഈ കമ്പിയുമേ ആ മാഗ്നറ്റും കണക്ട് ചെയ്യുക കേട്ടോ. ആ മാഗ്നറ്റും കണക്ട് ചെയ്യുക. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. കേബിളൊക്കെ ഇങ്ങനെ ഓരോന്ന് പോകും. ഞാൻ യൂഷ്വലി ഞാൻ എന്തായാലും വെക്കാൻ പ്ലാനില്ല. ഇത് റിട്ടേൺ ചെയ്യാനുള്ള എൻ്റെ പ്ലാനാണ്. ഇത് റിട്ടേൺ ചെയ്യാനുള്ള പ്ലാനാണ് എനിക്ക്. സോ ഇതാണ് ഇവിടെ നമുക്കൊരു സംഭവമായിട്ട് കാണും. എൻ്റെ ആക്ച്വലി 2-3 സ്പീഡോമീറ്ററും കേഡൻസും അങ്ങനത്തെ സംഭവങ്ങളുണ്ട് IG സ്പോർട്സിൻ്റെ. ഞാൻ യൂഷ്വലി അങ്ങനെ ഉപയോഗിക്കാറില്ല. സോ ചെറിയൊരു ടെസ്റ്റിങ്ങിന് വേണ്ടി വാങ്ങിയതാണ്. എന്താണ് സംഭവം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് വേണ്ടി വാങ്ങിയതാണ്. സോ സ്റ്റേ ട്യൂൺ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അണിയനായിട്ടുള്ള ട്രിപ്പ് വീഡിയോസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഒറ്റയ്ക്കുള്ള ഓഫ് റോഡ് ട്രിപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. നെക്സ്റ്റ് വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.